കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയാണ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ കന്നി ബജറ്റ് നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. ഒരുപക്ഷെ ധനകാര്യ വകുപ്പിന്റെ ചുമതലയേൽക്കുന്ന ആദ്യ മുഖ്യമന്ത്രി കൂടിയാണ് ശ്രീ വി ഡി സതീശൻ എന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ട്. തകർന്നടിഞ്ഞ കേരളത്തിന്റെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ച് ഈ മുരടിപ്പിൽ നിന്നും കേരളത്തെ കരകയറ്റുവാനുള്ള സമഗ്ര വികസനത്തിന് ലക്ഷ്യമിട്ടുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങളുടെ പെരുമഴ പ്രഖ്യാപിക്കാനുള്ളതായിട്ടല്ല ബജറ്റിനെ നോക്കിക്കണ്ടത്. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനും സംസ്ഥാനത്തിന് ഫണ്ട് നീക്കിയിരിപ്പ് കണ്ടെത്തേണ്ടതുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ നിഷേധിക്കാനല്ല ശ്രമിക്കുന്നത്. നികുതി വർധനവ് കൂടാതെ വിഭവ സമാഹരണത്തിനാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഭരണം ആരംഭിച്ചിട്ട് കേവലം 30 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്ന പ്രത്യേകതയും ഈ ബജറ്റിനുണ്ട്. ഈ കാലയളവിൽ യാതൊരു വിസ്മയവും ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ലെന്ന ഉത്തമ വിശ്വാസവും നമുക്കുണ്ടാകാം. നോക്കാം ബജറ്റിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. കടക്കിണിയിൽ ആഴ്ന്നിറങ്ങിയ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയാണ് അദ്ദേഹം ആദ്യം വരച്ചു കാണിച്ചത്. അതിൽ ക്ഷാമബത്ത കുടിശ്ശിക 21,670 കോടി, ക്ഷാമാശ്വാസ കുടിശ്ശിക 14,387 കോടി, ധനകാര്യ സ്ഥാപനങ്ങൾക്കും കരാറുകാർക്കും 3,431 കോടി, മാറ്റിവെക്കപ്പെട്ടത് 9,245 കോടി, കിഫ്ബി വായ്പ തിരിച്ചടവ് 21,000 കോടി, പെൻഷൻ കമ്പനി 17,279 കോടി. 2026 മാർച്ച് വരെ ബാധ്യതയുള്ളത് 87,102 കോടി. കിഫ്ബി പ്രകാരം നടപ്പിലാക്കേണ്ട പദ്ധതികൾക്കുള്ള ബാധ്യത 35,000 കോടി എന്നിങ്ങനെയാണ് നമ്മുടെ ബാധ്യത. സ്വകാര്യ നിക്ഷേപം എത്തിയില്ലെങ്കിൽ കേരളമുണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നു. പുതുയുഗ കേരളം സ്വപ്നം കണ്ടുള്ള സംസ്ഥാന ബജറ്റിലൂടെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നത് തന്നെയാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്. സ്വകാര്യ നിക്ഷേപം എത്തിയെങ്കിൽ മാത്രമേ കേരളത്തിൽ വൻകിട പദ്ധതികൾ നടപ്പിലാക്കാനാവൂ എന്ന പ്രതീക്ഷയാണ് അദ്ദേഹത്തിനുള്ളത്. 87,000 കോടി രൂപ അടിയന്തരമായും അടച്ചു തീർക്കുവാനുള്ള കടവും 5 ലക്ഷം കോടി രൂപയിലധികം മറ്റ് കടവുമുള്ള സംസ്ഥാനത്തിന് ഒരു പദ്ധതിയും പൊതുമേഖലയിൽ മാത്രമായി നടത്താൻ സാധ്യമല്ലെന്നാണ് UDF സർക്കാരിന്റെ വിലയിരുത്തൽ. ഇതിൽ നിന്നും കരകയറാൻ സ്വകാര്യ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് പരിഹാരം. എന്നാൽ മാത്രമേ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇതേ നയമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. സ്വകാര്യ നിക്ഷേപമുണ്ടായില്ലെങ്കിൽ കേരളം ഇനിയും പിന്നോട്ടു പോകും. സ്വകാര്യവൽക്കരണമല്ല സർക്കാർ നയം. അത്തരം പ്രഖ്യാപനം നടത്തിയിട്ടുമില്ല. സർക്കാർ ഏജൻസിക്ക് ചെയ്യാവുന്ന എല്ലാ പിന്തുണയും സ്വകാര്യ മേഖലയ്ക്ക് നൽകിക്കൊണ്ട് പദ്ധതികൾ നടപ്പിലാക്കുക എന്നത് സർക്കാർ നയം. കേരളത്തിന്റെ ഭാവിയുടെ അടിസ്ഥാനമാണ് ബജറ്റിലെ വിസ്മയ കാഴ്ചകളെന്ന് കാണാം. മിഷൻ സമുദ്ര വിപ്ലവം, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ വിജയവും സമുദ്ര സമ്പദ്ഘടന മെച്ചപ്പെടുത്താനുമാണ് മിഷൻ സമുദ്ര പദ്ധതി ലക്ഷ്യമിടുന്നത്. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 രാജ്യാന്തര തുറമുഖങ്ങൾ, കണ്ടെയ്നർ ട്രാൻസ്ഷിപ്പ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ എന്നിവയുടെ സംയോജനത്തിലൂടെ 5 വർഷത്തിനുള്ളിൽ കേരളത്തെ മാരിടൈം ശക്തിയാക്കുകയെന്ന വൻ പദ്ധതിക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ 2 നടപ്പിലാക്കി. ആശാ അംഗൻവാടി വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിച്ചു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പിലാക്കി. വയോജന ക്ഷേമത്തിന് സിൽവർ ഇക്കോണമി. വിഴിഞ്ഞത്ത് കപ്പൽ നിർമ്മാണം തുടങ്ങും. ധാതു ഇടനാഴിക്ക് 100 കോടി. കിഫ്ബി സമഗ്രമായി പരിഷ്കരിക്കാൻ സമിതി. ഏവിയേഷൻ ലോജിസ്റ്റിക് ഹബിന് 200 കോടി.
സാമ്പത്തിക ഇടനാഴിക്ക് 50 കോടി, റിസർച്ച് പാർക്കിന് 60 കോടി, ഹെൽത്ത് ആൻഡ് ലൈഫ് സയൻസ് സിറ്റിക്ക് 100 കോടി, വയോജന വകുപ്പിന് 10 കോടി, IT മാതൃകയിൽ റിസർച്ച് പാർക്ക് 60 കോടി, സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്, റെസിലിയൻസ് സെന്ററിന് 15 കോടി, ദുരന്ത നിവാരണത്തിന് പുതിയ പദ്ധതി, കൊച്ചി രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സ്ഥിരം വേദിയാക്കാൻ JC ഡാനിയൽ ഫിലിം സിറ്റിക്ക് 100 കോടി, ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തിയ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് 20 കോടി, കോഴിക്കോട് MT കൾച്ചറൽ പാർക്ക് സ്വർണ്ണ വിനിമയ ഹബിന് 10 കോടി, പെരുമ്പാവൂരിൽ ഫർണിച്ചർ ഹബ്ബ്, മലയാളം AI സംരംഭം 10 കോടി, ന്യൂജൻ ടെക് വികസനം 50 കോടി, പ്രിയദർശിനി KSRTC പദ്ധതിക്ക് 600 കോടി, മത്സ്യമേഖലയ്ക്ക് 50 കോടി, പരിസ്ഥിതി വകുപ്പിന് 22 കോടി, തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ലൈറ്റ് മെട്രോ, റബ്ബർ താങ്ങുവില 200 രൂപയിൽ നിന്നും 250 രൂപയാക്കി, വന്യജീവി സംഘർഷം തടയാൻ 192 കോടി, മത്സ്യത്തൊഴിലാളികളുടെ മണ്ണെണ്ണ സബ്സിഡി 75 രൂപയാക്കി ഉയർത്തി, തൊഴിലുറപ്പ് പദ്ധതിക്ക് 1420 കോടി, ഗ്രാമസഭകൾ ഓൺലൈനിൽ, വിലങ്ങാടിന് പ്രത്യേക പാക്കേജ്, എൻഡോസൾഫാൻ ബാധിത കുടുംബങ്ങളെ ഏറ്റെടുക്കും, വയനാട് ഇടുക്കി സമഗ്ര പാക്കേജ്, മലയോര മേഖലയിൽ ബഹുവിള കൃഷി, വ്യവസായ വകുപ്പിന് 1115 കോടി, ഡാം കനാലിന് ടൂറിസത്തിന് സ്വകാര്യ പങ്കാളിത്തം, ജലസേചനത്തിന് 559 കോടി, റോഡുകൾ പാലങ്ങൾ 900 കോടി, ഗതാഗത മേഖലയ്ക്ക് 1578 കോടി, പൊതുവിദ്യാഭ്യാസത്തിന് 1475 കോടി, ശാസ്ത്രമേഖലയ്ക്ക് 105 കോടി, നികുതി വെട്ടിപ്പ് തടയാൻ ടാക്സ് ഇന്റലിജൻസ് സെൽ, തോട്ടം മേഖലയിൽ കൂടുതൽ ടൂറിസം, ബ്രാൻഡ് വയനാട് തുടങ്ങും, തിരുവനന്തപുരത്ത് 2ാമത് മെഡിക്കൽ കോളേജ്, ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, പുതിയ 2 മെഡിക്കൽ കോളേജിനുമായി 100 കോടി, കാസർഗോഡ് ഇടുക്കി മഞ്ചേരി മെഡിക്കൽ കോളേജുകൾ വികസിപ്പിക്കും, ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെൽ 10 കോടി, ആരോഗ്യ മേഖലയ്ക്ക് 2074 കോടി, നഗരവികസനത്തിന് 997.88 കോടി, സാമൂഹ്യക്ഷേമത്തിന് 590 കോടി, ന്യൂനപക്ഷ ക്ഷേമത്തിന് 77.91 കോടി, തൊഴിൽ മേഖലയ്ക്ക് 650 കോടി, പട്ടികജാതി വികസനം 2979 കോടി, ജലവിതരണത്തിന് 895 കോടി, ഓപ്പറേഷൻ തൂഫാൻ 10 കോടി, സലീം കുമാർ സ്മാരകം 1 കോടി, പള്ളിയോട ഗ്രാന്റ് 15,000 രൂപയാക്കി, ജില്ലാ കളക്ടർ കോർപ്സ് ഫണ്ട് 50 ലക്ഷം, 40 കഴിഞ്ഞവർക്ക് ആരോഗ്യ പരിശോധന ധനസഹായം, ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ എന്നിവ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കും, സ്ത്രീ സുരക്ഷാ പദ്ധതി അവൾക്കൊപ്പം, പുതിയ ജില്ലകളും താലൂക്കുകളും സ്ഥാപിക്കുന്നത് പഠിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും, പൂന്തുറയിൽ ഫിഷിംഗ് ഹാർബർ, വെണ്ടർമാരുടെ മുദ്രപത്ര വിൽപ്പന 3 ലക്ഷമാക്കി ഉയർത്തി, മലപ്പുറത്ത് ക്യാൻസർ സെന്റർ, ഡൽഹിയിൽ ശ്രീനാരായണ ഗുരു കേന്ദ്രം, സ്വകാര്യ ബസ്സുകൾക്ക് ത്രൈമാസ നികുതിയിൽ 50% ഇളവ്, നികുതി പിരിവിന് ആംനസ്റ്റി പദ്ധതി. ഇത്രയധികം സമഗ്രമായ പദ്ധതിക്ക് രൂപം നൽകിയാണ് 5 വർഷത്തെ ഭരണം കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്നത് പ്രശംസനീയമാണ്. അത്രയധികം വികസന ലക്ഷ്യത്തോടെയാണ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ ഭരണം തുടങ്ങുന്നത്. എന്നിരുന്നാലും ഏതാനും ചില പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർവാഹമില്ല. വാർദ്ധക്യ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പെൻഷനുകൾ മുൻ സർക്കാർ ദീർഘകാലം കുടിശ്ശികയാക്കിയതിനാൽ പിച്ചച്ചട്ടി സമരം വരെ കേരള ജനത കണ്ടതാണ്. അവർക്ക് നേരെ സർക്കാർ പിന്തിരിഞ്ഞു നിൽക്കുന്നുവെന്ന് കരുതുന്നില്ല. വയോജനങ്ങൾക്കും രോഗാതുരയിൽ കഴിയുന്നവർക്കും ആശ്വാസം നൽകാൻ ചെറിയ രീതിയിലെങ്കിലും പെൻഷൻ വർധനവ് വരുത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് നിരാശയായി എന്നതിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ കാലവിളംബം കൂടാതെ അനുകൂല തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ജനം പ്രത്യാശിക്കുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷത്തോളമായി പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നിഷേധിച്ചവരുടെ പട്ടികയിൽപ്പെട്ടവരാണ് സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും.
അവർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങിയിട്ടില്ലെന്ന ആശ്വാസം മാത്രമാണ് നിലനിന്നത്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിട്ടും ജീവനക്കാർക്ക് ആശ്വാസമുണ്ടാക്കുന്ന ഏതാനും തീരുമാനമെടുത്തു എന്നതും ഏറെ ആഹ്ലാദകരമാണ്. വളരെയേറെ പ്രയാസങ്ങൾ കഴിഞ്ഞുവന്ന ജീവനക്കാർക്ക് ഗുണകരമായ ചില തീരുമാനങ്ങൾ എടുത്തത് അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. അവ ഏതൊക്കെയെന്ന് നോക്കാം. 1. സർക്കാർ ജീവനക്കാരുടെ മെഡിസിപ്പ് സമഗ്രമായി പരിഷ്കരിക്കും. DA, DR മുടക്കം കൂടാതെ നൽകും. ലീവ് സറണ്ടറിൽ ഉചിതമായ തീരുമാനം. പുതുക്കിയ പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. കഴിഞ്ഞ സർക്കാർ നയത്തിൽ ജീവനക്കാർ ഏറെ പരാതിയിലാണെന്നത് വിസ്മരിക്കാൻ കഴിയില്ല. DA കുടിശ്ശിക ഇനത്തിൽ നീണ്ട 5 വർഷമായി ലഭിക്കേണ്ടിയിരുന്ന കുടിശ്ശിക അനുവദിക്കാതെ നീട്ടിക്കൊണ്ടുപോയത് അവകാശ നിഷേധത്തിന് തുല്യമാണ്. എന്നാൽ സർക്കാർ ജീവനക്കാർ ഇന്ന് അനുഭവിച്ചു വരുന്ന ഭൂരിഭാഗം ആനുകൂല്യങ്ങളും അനുവദിച്ചു തന്ന പാരമ്പര്യം UDF സർക്കാരിനുണ്ട്. ഇത് ഇടതുപക്ഷ സംഘടനകൾ വരെ മൗനാനുവാദം നൽകിയതുമാണ്. ഇടതുപക്ഷ സർക്കാർ നിഷേധിച്ച ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശിക ഇനത്തിലും അവരുടെ ശമ്പള പരിഷ്കരണ കാര്യത്തിലും വീഴ്ച വരുത്തിയതിൽ UDF സർക്കാരിന് യാതൊരു ഉത്തരവാദിത്തമില്ലെങ്കിലും ഇക്കാര്യത്തിൽ മനം നൊന്ത് കഴിയുന്നവരെ സാന്ത്വനപ്പെടുത്താൻ VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് ജീവനക്കാരും പെൻഷൻകാരും പ്രത്യാശിക്കുന്നത്. പുതിയ സർക്കാർ കുറ്റപ്പെടുത്താനും വാഴ്ത്തപ്പെടുത്താനും സമയമായിട്ടില്ല. സർക്കാർ അധികാര കസേരയിൽ എത്തിയിട്ട് കേവലം 30 ദിവസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ എന്നതാണ് സത്യം. അല്ലാതെ 10 വർഷത്തെ ഭരണകോട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് താരതമ്യപ്പെടുത്തുന്നില്ല. അവസാനമായി ഒരു വാക്കുകൂടി. ക്രൂരമായ റാഗിങ്ങിന് വിധേയമായി കൊല്ലപ്പെട്ട സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ഗതി ഇനി നമ്മുടെ ഒരു മക്കൾക്കും ഉണ്ടാവരുതെന്ന കരുതലായി സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് ആപ്പിന് രൂപം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച VD സതീശൻ സർക്കാരിന്റെ കരുതലിലും കരുണയിലും നമുക്ക് ആശ്വാസം കണ്ടെത്താം. അതുകൊണ്ട് സർക്കാരിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വീണ്ടും കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. PP മോഹനൻ.